ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. നമ്മൾ ഒരുപാട് നാളായില്ലേ ആൽവിൻ ആൻഡ് ദ ചിക്മൺസിൻ്റെ പാർട്ടുകൾ ചെയ്തിട്ട്. നമ്മുടെ മെമ്പേഴ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേഗം ചെയ്യണമെന്ന്. എന്തു ചെയ്യാനാ, ക്ലാസ് കാരണമല്ലേ. എന്നാലും എങ്ങനെയോ ഞാൻ ഒഴിവ് ടൈമിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കിത് ആൽവിൻ ആൻഡ് ദ ചിക്മൺസിൻ്റെ തേർഡ് പാർട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാനായി വന്നിട്ടുണ്ട്. ഇത് 2013 റിലീസ് ചെയ്തത്. എല്ലാ പ്രാവശ്യത്തും പോലെ ആൽവിൻ്റെ കുസൃതി കാരണം കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ചിക്മൺസും ചിപ്പൺസിൻ്റെയും കഥയാണ് ഇതിൽ. അപ്പം നമുക്ക് വേഗം കഥയിലേക്ക് പോകാം. ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ പലവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ മടിക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം കഥയിലേക്ക് പോകാം. എപ്പോഴത്തും പോലെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ചിക്മൺസിന്റെ ഒരു കുഞ്ഞു സോങ്ങോട് കൂടിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് ഷോക്ക് വേണ്ടി പാടുന്നതല്ല കേട്ടോ. ഇവർ ഷിപ്പിൽ ടൂർ പോവുകയാണ്, ഒരു ഫാമിലി ടൂർ. അതിന്റെ സന്തോഷത്തിൽ പാടുകയാണ്. ഷിപ്പിന്റെ അടുത്തെത്തിയപ്പോൾ നമ്മുടെ ഡേവിഡ് എല്ലാവരെയും ഒന്ന് എണ്ണി നോക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ മാത്രമില്ല. ആരായിരിക്കും അത്? നമ്മുടെ ആൽവിൻ തന്നെ. ആടിപ്പാടി വരുന്ന ആൽവിനോട് ഡേവിഡ് നമ്മൾ ഇതിൽ കുറച്ച് റൂൾസ് ഒക്കെ പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഫാമിലി ട്രിപ്പിൽ എൻജോയ് ചെയ്തു പോകുമ്പോൾ എങ്ങനെ റൂൾസ് പാലിക്കാം? എന്നാൽ നമ്മുടെ ആൽവിൻ ആ ഷിപ്പ് തലകുത്തനെ മറിച്ചില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെയെല്ലാം ചില കുസൃതികളെല്ലാം കാണിച്ച് എൻജോയ് ചെയ്യുകയാണ് നമ്മുടെ ആൽവിനും ടീമും. ആൽവിന്റെ കുസൃതി നിർത്താൻ ഡേവിഡ് ആ ഷിപ്പ് മൊത്തം ഓടി നടക്കുകയാണ്. എന്നാൽ കാര്യം മാത്രം നടക്കുന്നില്ല. ഇതിനിടെ നിങ്ങൾ ഒരു ഡക്കിന്റെ കോസ്റ്റ്യൂം ഇട്ട ആളെ കണ്ടിട്ടുണ്ടാകും. ആരാണെന്ന് നമുക്ക് വയ്യ മനസ്സിലാകൂട്ടോ. പിന്നീട് രാത്രി ഷിപ്പിൽ റൂമിലിരിക്കുന്ന ചിക്മൺസുകളെയാണ് കാണിക്കുന്നത്. ഡേവിഡ് നല്ല ഭംഗിയിൽ ഒരുങ്ങുന്നുണ്ട്. കാരണം ഇന്നത്തെ ഡിന്നർ ക്യാപ്റ്റന്റെ കൂടെയാണത്ര. ഡേവിഡ് ഇപ്പോഴും അവരോട് റൂൾസിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ചിക്മൺസുകൾക്കും ചിപ്പൻസുകൾക്കും ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സൈമൺ ഡേവിഡിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്കറിയാം ഡേവിഡ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന്. ഞങ്ങൾ എന്ത് കുസൃതി ചെയ്താലും അതെല്ലാം മാനേജ് ചെയ്യാൻ ഞങ്ങളിപ്പോൾ പ്രാപ്തരാണ്. ഡേവിഡിന് ഇനിയെങ്കിലും ഞങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം എന്നെല്ലാം സൈമൺ പറഞ്ഞപ്പോൾ ഡേവിഡിന് എന്തോ മനസ്സിലായി. ചിക്മൺസുകളുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഡിന്നറിന് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ നമ്മുടെ ടിയാട്ടോട് ഒരു ക്യൂട്ടായ വ്യത്യസ്തമായ കല്ലുകളെല്ലാം വെച്ചിട്ടുള്ള ഒരു മാല നമ്മുടെ ഡേവിഡിന് കൊടുക്കുകയാണ്. ഡേവിഡ് അത് ഞാൻ വന്നതിന് ശേഷം ഇടാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടിയാട്ടോട് ഇപ്പോൾ തന്നെ ഇടാൻ പറയുന്നു. ഡേവിഡും ടിയാട്ടോഡിന്റെ സന്തോഷത്തിന് വേണ്ടി അതിട്ട് ഡിന്നറിന് പോകുന്നു. എന്നാൽ ഡേവിഡ് പോയ ഉടനെ തന്നെ നമ്മുടെ ആൽവിൻ കോസ്റ്റ്യൂം എല്ലാം മാറ്റി കാസിനോയിൽ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സൈമൺ വേണ്ട എന്നെല്ലാം പറഞ്ഞ് എതിർക്കുന്നു. എന്നാൽ ആര് കേൾക്കാൻ? ആൽവിൻ പോയതിനു പിന്നാലെ നമ്മളുടെ ഗേൾസ് ചിക്മൺസ് ഡാൻസ് ക്ലബിലേക്കും പോയി. ആൽവിനെ തിരഞ്ഞ് നമ്മളുടെ സൈമൺ കാസിനോയിൽ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ഗേൾസ് ചിക്മൺസ് വളരെ നല്ലതിൽ ഡാൻസ് ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന 3 ഗേൾസ് അവരുടെ സൈസിനെ കളിയാക്കുകയും ഡാൻസിനെ കളിയാക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ബ്രിട്ടനും വിട്ടുകൊടുത്തില്ല. അവസാനം അവർ തമ്മിൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ തന്നെ വെച്ചു. അവരുടെ മുന്നിൽ അടിപൊളിയായി ഡാൻസ് കളിച്ച് നമ്മുടെ ചിക്മൺസ് ജയിച്ചു. ഈ സീന് പല പാട്ടുകളിൽ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്രക്കും ഹിറ്റാണ് ഈ ഭാഗം. അവിടെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ഡേവിഡിനെയാണ് കാണിക്കുന്നത്. ഡേവിഡ് ക്യാപ്റ്റനോട് ചിക്മൺസ് ചെയ്ത് എല്ലാ കുസൃതികൾക്കും സോറി പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ കുട്ടികൾ എൻജോയ് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ്യൂമറെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞില്ലേ ആ ഡക്ക്, അതിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ സേഫ്റ്റിയും എനിക്ക് പ്രാധാന്യമാണ് എന്ന് പറയുമ്പോൾ ആ ഡക്ക് മനഃപൂർവ്വം ഡേവിഡിന്റെ മേത്തേക്ക് കരയാക്കുന്നു. ഡേവിഡ് പുറത്ത് വന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയും ആ ഡക്കുണ്ട്. ഈ ഡക്കിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇത് എന്റെ പിന്നാലെ തന്നെയുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഡേവിഡിനോട് ആ ഡക്ക് കാരണം എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഡക്കിന്റെ തല മാറ്റുകയാണ്. അത് നമ്മളുടെ എൻഡി ആയിരുന്നു. വെറുതെയല്ല നമ്മുടെ ഡേവിഡിനോട് ഇത്രയും കാണിച്ചത്.
എൻഡിക്ക് തന്റെ ജോലിയും അഭിമാനവും എല്ലാം പോയതിൽ ഡേവിഡിനോട് നല്ല ദേഷ്യമുണ്ട്. അതിനെങ്ങനെങ്കിലും അവസരം കിട്ടിയാൽ പ്രതികാരം ചെയ്യണം എന്നതിൽ നടക്കുകയാണ്. അത് എൻഡി ഡേവിഡിനോടും പറയുന്നുണ്ട്. ഡേവിഡ് തിരിച്ച് തന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ടിയാട്ടോടല്ലാതെ വേറെ ആരും കാണാനില്ല. ആരും ഇവിടെ ഇല്ല എന്ന കാര്യം ഡേവിഡിന് അപ്പോൾ മനസ്സിലാകുന്നു. അവിടെ നമ്മുടെ ആൽവിൻ അവിടെയുള്ള ഗേൾസിനോടെല്ലാം തന്നെ കുറിച്ച് പറഞ്ഞ് തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൽവിൻ അതൊരു പുത്തരിയല്ലല്ലോ. അപ്പോൾ അവിടേക്ക് ഡേവിഡ് വരുന്നത് കണ്ട് ആൽവിൻ നൈസായി മുങ്ങാൻ നോക്കുന്നു. എന്നാ ഡേവിഡ് കൈയോടെ തന്നെ പിടികൂടുന്നു. അവിടെ നമ്മുടെ സൈമനും ഉണ്ടായിരുന്നു. ആൽവിനെ വിളിക്കാൻ വന്ന പുള്ളിക്കാരൻ അവിടെ കളിച്ച് എൻജോയ് ചെയ്ത് ഒരുപാട് കോയിൻ ഉണ്ടാക്കിയിരുന്നു. അതും ഡേവിഡ് കണ്ടുപിടിക്കുന്നു. തിരിച്ച് റൂമിലെത്തിയ എല്ലാവരോടും ഡേവിഡ്, നിങ്ങൾ ഇവിടെ ഇനി എന്തെങ്കിലും ഒരു ചെറിയ കുസൃതി പോലും കാണിച്ചാൽ ക്യാപ്റ്റൻ നമ്മളെ ഇവിടെ നിന്നും പറഞ്ഞേക്കും. പിന്നെ നമുക്ക് കൃത്യസമയത്ത് ഇന്റർനാഷണൽ മ്യൂസിക് അവാർഡിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ സൈമൺ, എന്താ ഡേവിഡ്, ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കൊച്ചുകുട്ടികളല്ല, ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് വീണ്ടും പറയുമ്പോൾ ഡേവിഡ് വളരെ ദേഷ്യത്തിൽ, അത് ഞാൻ കണ്ടതാണല്ലോ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ, വളരെ ദേഷ്യത്തിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ചിക്മൺസുകളെ എല്ലാവരെയും ഡേവിഡ് ക്യാപ്റ്റന്റെ പെർമിഷൻ പ്രകാരം ഒരു ബോറിംഗ് ഗെയിം കളിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡേവിഡ് ആണെങ്കിലോ നല്ല ഉറക്കത്തിലും. എന്നാൽ നമ്മുടെ ചിക്മൺസുകൾ അവിടെ പട്ടം പറത്തി കളിച്ചിരുന്ന ഒരു കുട്ടിക്ക് അവരുടെ ഡോണറ്റ് കൊടുത്ത് അതിന്റെ പട്ടം വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആ പട്ടത്തിൽ കയറി ജോളിയായി എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ സൈമൺ ഇല്ല. എന്നാൽ കാറ്റ് ശക്തമായി വീശുകയും പട്ടം ഉയരത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. സൈമൺ വേഗം തന്നെ പട്ടത്തിന്റെ നൂല് ഡേവിഡിന്റെ ചെയറിൽ കെട്ടി. എന്നാൽ കാറ്റിന്റെ ശക്തി കാരണം പട്ടം ഡേവിഡിന്റെ ചെയറുമായി പോയി. അങ്ങനെ ചെയർ മറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഡേവിഡ് കാണുന്നത് പട്ടത്തിൽ പറന്നു പോകുന്ന ചിക്മൺസിനെയും ചിപ്പൺസിനെയുമാണ്. ഡേവിഡ് അപ്പോൾ തന്നെ അവിടെയുള്ളൊരു പാരാഗ്ലൈഡർ വെച്ച് അവരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ എൻഡി അവിടെ വന്ന് തർക്കിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ആ പാരാഗ്ലൈഡറിൽ പോകുമെങ്കിലും പകുതി വെച്ച് അതിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുന്നു. അവിടെ നമ്മുടെ ചിക്മൺസുകൾ ഒരു ഡോണറ്റിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അവരൊരു ദ്വീപിൽ എത്തിച്ചേരുന്നു. അവർക്ക് ആൽവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഇപ്പോൾ. ആൽവിൻ അപ്പോൾ ഡേവിഡ് എന്തായാലും നമ്മളെ കണ്ടെത്താൻ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. അവിടെ നമ്മുടെ ഡേവിഡും എൻഡിയും വരുന്നത് എൻഡിയിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം യൂസ് ചെയ്തുകൊണ്ടാണ്. അവരും ആ ഐലൻഡ് കാണുന്നു. ചിക്മൺസ് എന്തായാലും ആ ദ്വീപിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഡേവിഡ് എൻഡിയുമായി ആ ഐലൻഡ് ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ നമ്മുടെ ചിക്മൺസുകൾ തേങ്ങകളെല്ലാം കളക്ട് ചെയ്ത് SOS എന്നെഴുതി ആരെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത ഡേവിഡും എൻഡിയും ഇതേ ദ്വീപിൽ എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഡേവിഡിന് തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നല്ല പേടിയുണ്ട്. നമ്മുടെ ചിക്മൺസുകൾ ഒരു വലിയ ഇലയിൽ ബെഡാക്കി രാത്രി കഴിച്ചുകൂട്ടുകയാണ്. പിറ്റേ ദിവസം ഉറക്കമുണർന്ന് അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തോ തിന്നും, ഇവിടെ തിന്നാനൊന്നുമില്ലല്ലോ, നമുക്ക് കാട്ടിന്റെ ഉള്ളിൽ പോയി എന്തെങ്കിലും ഫ്രൂട്ട് കിട്ടുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് 6 പേര് കാട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പോയി. അങ്ങനെ അവർക്കൊരു മാങ്ങയും ലഭിച്ചു. എന്നാൽ ആ ഒരു മാങ്ങക്ക് വേണ്ടി 6 പേരും മത്സരത്തിലാണ്. അവിടേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ട് നമ്മുടെ ചിക്മൺസ് എല്ലാം ഒന്ന് പേടിക്കുന്നു. എന്നാൽ അതൊരു പെണ്ണായിരുന്നു. അവളുടെ പേരാണ് ജൂയി. അവളെ കണ്ടപ്പോഴാണ് നമ്മുടെ ചിക്മൺസിനൊന്ന് ആശ്വാസമായത്. അവർ സംസാരിക്കുന്നത് കൊണ്ട് ജോയി അതിശയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്മൺസ് പാട്ടൊക്കെ പാടി അവർ ചിക്മൺസ് ആണെന്ന് പറയുന്നു. എന്നാൽ അതൊന്നും ജോയിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ബ്രിട്ടനി, നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ അത് 1 2 3 ഒരു 5 ഒരു 8 9 വർഷമായിട്ടുണ്ടാകും എന്ന് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ചിക്മൺസിന്റെ കിളി തന്നെ പോകുന്നു. അവരും ഇതുപോലെ വർഷങ്ങളോളം ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമോ എന്ന് പേടിക്കുന്നു. അപ്പോൾ ആൽവിൻ, ഇല്ലല്ല, നമ്മളെ രക്ഷിക്കാൻ ഡേവിഡ് വരും എന്ന് പറയുന്നു. അത് കേട്ട് ജോയ്, നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്നാൽ ഞാൻ മറ്റുള്ളവരോടും കൂടി പറയട്ടെ എന്ന് പറയുന്നു. ചിക്മൺസുകളും ഇനിയും ഇവിടെ ഒരുപാട് പേരുണ്ട് എന്ന് കരുതി അവളുടെ കൂടെ പോവുകയാണ്. ഇന്ന് അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. കുറച്ച് ബോളുകൾക്ക് ഫേസ് പോലെ ഉണ്ടാക്കിയിട്ട് അവരോട് സംസാരിക്കുകയാണ്. യാ മോനെ, ഇവൾക്ക് ഭ്രാന്ത് തന്നെയാണെന്ന് നമ്മുടെ ചിക്മൺസിനും മനസ്സിലായി. ജോയ് ചിക്മൺസുകളെ ഒരു അഡ്വഞ്ചർ റൈഡിലൂടെ അവളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇന്ന് ആ റൈഡിൽ നിന്ന് വീണ്
പരിക്കേറ്റ നമ്മുടെ എലിനോറിന്റെ കാലൊന്ന് ചെറുതായി ഉളുക്കി. സൈമൺ, ഇങ്ങനത്തെ റെയ്ഡൊന്നും വേണ്ട, ഇത് സേഫ്റ്റി അല്ല, ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഒരു എട്ടുകാലി കടിക്കുന്നു. അയ്യോ, ഈ എട്ടുകാലിയെ എനിക്കറിയാം. ഇത് കടിച്ചാൽ നമ്മുടെ ബ്ലഡും നരമ്പും എല്ലാം വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തിനു പറയുന്നു, നമ്മുടെ സ്വഭാവം വരെ മാറും. അപ്പോൾ നമ്മുടെ സോയി, അത് വെറുതെയാ, ഇത് എന്നെ ദിവസം 2 തവണ കടിക്കുന്നതാ, എന്നിട്ട് എന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോഴല്ലേ നമ്മുടെ സൈമണിന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ എട്ടുകാലി കടിച്ചിട്ടാണ് നമ്മുടെ സോയിയുടെ ഒരു കിളി പോയിരിക്കുന്നത്. അന്നു രാത്രി ഡേവിഡിനെ ഓർത്ത് നമ്മുടെ ആൽവിനും ചിക്മൺസിനെ ഓർത്ത് നമ്മുടെ ഡേവിഡും വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ നമ്മുടെ സൈമണിൽ ചില വ്യത്യാസങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അന്യൻ മൂവി കണ്ടില്ലേ, അതേപോലെ നമ്മുടെ സൈമണിനുള്ളിലെ മറ്റൊരു ക്യാരക്ടർ പുറത്തു വന്നു. സൈമണിൽ നിന്ന് സൈമോൺ എന്ന അഡ്വഞ്ചറായ ഒരു ക്യാരക്ടർ. സൈമനെ കണ്ട് ആൽവിനും മനസ്സിലാകുന്നു ഇന്നലെ അവനെ കടിച്ച് എട്ടുകാലി കാരണമാണ് അവന്റെ ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ആയതെന്ന്. ജാനറ്റ് അവിടെ പൂക്കൾ വെച്ച് ചിപ്പൻസുകൾക്ക് ഡ്രസ്സും എലിനോർക്കായി ഒരു വാക്കിംഗ് സ്റ്റിക്കും ഒരു കുഞ്ഞു ചെയറും ഉണ്ടാക്കി കൊടുത്തു. അവിടേക്ക് ഒരു സൂപ്പർ ഹീറോയെ പോലെ വന്ന സൈമൺ ചിപ്പൻസുകൾക്ക് ഫ്രഞ്ച് സ്റ്റൈൽ കിസ് കൊടുക്കുകയാണ്. ആൽവിൻ അപ്പോൾ മഴ വരുന്നുണ്ടെന്നാ തോന്നുന്നത്, നമുക്ക് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞെങ്കിലും നമ്മളുടെ സൈമൺ അതൊന്നും കേട്ടില്ല. മാത്രവുമല്ല, മഴ പെയ്തപ്പോൾ ജാനറ്റുമായി ഡാൻസ് കളിക്കാൻ തുടങ്ങി. കൂടെ നമ്മുടെ ടിയാട്ടോടും എലിനോറും പിന്നെ നമ്മുടെ സോയിയും. എന്നാൽ സൈമന്റെ സ്വഭാവം ഇങ്ങനെ ചേഞ്ച് ആയതിൽ നമ്മുടെ ആൽവിൻ ഒട്ടും പിടിക്കുന്നില്ല. കാരണം എൻജോയ് ചെയ്യേണ്ട ആൽവിൻ ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റി എല്ലാരെയും ഉപദേശിക്കാറുള്ള നമ്മുടെ സൈമൺ ഇപ്പോൾ എൻജോയ് ചെയ്യുകയുമാണ്. നമ്മളുടെ ബ്രിട്ടനി കുളിക്കാനായി ഒരു മരത്തിന്റെ താഴെയുള്ള കുറച്ച് വെള്ളത്തിലിരുന്നു. ഇന്ന് ആ വെള്ളത്തിന് ചെറിയ ചൂടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വയ്യ മനസ്സിലാകും. സൈമൺ, ജാനറ്റ്, എലിനോ, ടിയാട്ടോഡ് ഇവർ 4 പേരെയും കൂട്ടി സോയി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ ഒരു മരം കൊണ്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ജാനറ്റ് അവിടേക്ക് വീഴാൻ പോകുന്നു. എന്നാൽ നമ്മുടെ സൈമൺ, നീ പേടിക്കണ്ട, എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി എന്ന് പറഞ്ഞ് ജാനറ്റിനെ ആ ബ്രിഡ്ജ് കടക്കാൻ സഹായിക്കുന്നു. അങ്ങനെ അവർ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുന്നു. അവിടെ ഡേവിഡിനോട് ചിക്മൺസുകൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ വെച്ച് കാശുണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഡേവിഡ്, അവരെന്റെ കുട്ടികളാണ്, അവർക്കൊന്നും സംഭവിക്കില്ല, അവരെ സംരക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നു. എനിക്കറിയാം ആൽവിൻ ഒരു കുസൃതിക്കാരനാണ് എന്ന് പറയുമ്പോൾ ആൽവിൻ ഉത്തരവാദിത്വത്തോടു കൂടി വീടുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. സൈമൺ സ്മാർട്ടാണ്, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി നോക്കും എന്ന് പറയുമ്പോൾ സൈമൺ അവിടെ വെള്ളച്ചാട്ടത്തിൽ ചാടി കുസൃതി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വെള്ളത്തിന്റെ അടിയിൽ പോയ സൈമൺ അവിടെയുള്ള മീനുമായി ഫൈറ്റ് ചെയ്ത് വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തേക്കെത്തി. അവിടെ ഒരു ഗുഹയിൽ നിന്ന് ഒരു ദൂരത്തിലൂടെ ഒരു വെളിച്ചം വരുന്നത് കണ്ട് സൈമൺ അവിടെ പോയി നോക്കുന്നു. അവിടെ ഷോർട്ട് കട്ട് ചെയ്ത നമ്മുടെ ജാനറ്റ് സൈമൺ ഇതുവരെയായിട്ടും തിരിച്ചു വരാത്തത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ സൈമൺ പെട്ടെന്ന് പുറത്തേക്ക് വരികയും ജാനറ്റിന് ഒരു ക്യൂട്ടായ കിരീടം പോലത്തെ റിങ് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലേ. എന്നാൽ ഇതെല്ലാം സോയി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ സൈമനോട്, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ സൈമൺ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തെ ഒരു ഗുഹയിൽ നിന്ന്. അപ്പോൾ അവിടെ സ്വർണം, വൈരം, രത്നം എല്ലാം ഉണ്ടല്ലേ? സൈമൺ അപ്പോൾ, അതെല്ലാം ഉണ്ടെങ്കിലും എന്റെ സുന്ദരിയുടെ അടുത്തെത്തില്ല എന്ന് പറയുന്നു. പിന്നീട് രാത്രി സോയിയെ തനിച്ച് കാണിക്കുകയാണ്. അവൾ അവളുടെ ബോളുകളുടെ അടുത്തേക്ക് ചെന്നിട്ട്, സൈമൺ ആ വെള്ളച്ചാട്ടത്തിന് പുറകിലുള്ള നിധി കണ്ടെത്തിയിട്ടുണ്ട്, ഇനി അത് നമുക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ സോയി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്നത് ഈ നിധി തേടിയിട്ടായിരുന്നു. നമ്മളുടെ ആൽവിനും ബ്രിട്ടനിയുമെല്ലാം വീട് നല്ല അടിപൊളിയായി ഉണ്ടാക്കിയിട്ടുണ്ട്. ആൽവിൻ അപ്പോൾ, എനിക്ക് തോന്നുന്നില്ല ഡേവിഡ് നമ്മളെ തിരഞ്ഞു വരുമെന്ന്. കാരണം ഞാൻ ഡേവിഡിനെ അത്രമാത്രം വട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെനിക്ക് മനസ്സിലാകാൻ കാരണം എനിക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ ടിയാട്ടോട് ഒത്തിരി വിഷമിക്കുന്നു. രാത്രി ടിയാട്ടോട് സൈമനോട്, നമ്മളെ തേടി ഡേവിഡ് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ സൈമൺ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, എന്തായാലും ഡേവിഡ് വരും. പിന്നെ നീ ഇടക്കിടക്ക് സൈമൺ എന്ന് പറയാറില്ലേ, അവനെയും ഞാൻ കണ്ടെത്തും. ഇങ്ങനെ സൈമൺ പറയാൻ കാരണം നമ്മുടെ സൈമൺ ഇപ്പോൾ വേറെ ക്യാരക്ടറിലല്ലേ, അതുകൊണ്ടാണ്. എന്നാൽ ഈ സമയത്ത് സോയി ആ വെള്ളച്ചാട്ടത്തിന് പുറകിലേക്ക് വന്ന് നിധിയെടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ വലിയ പാറകൾ അവളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് ആ ദൂരത്തിന്റെ ആയവും അതിനടിയിലുള്ള നിധിയും കാണിക്കുന്നത്. അവിടെ നമ്മുടെ എൻഡിയും ഡേവിഡിനെയും കാണിക്കുകയാണ്. എൻഡിക്ക് നല്ല വിശപ്പുണ്ട്.
അപ്പോൾ എൻഡി ഡേവിഡിനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഓരോന്നും പറഞ്ഞ് ഡേവിഡിനെ ഹഗ് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ടിയാട്ടോട് കൊടുത്ത മാല എൻഡിക്ക് തിന്നാനായിരുന്നെന്ന്. നല്ല വിശപ്പുണ്ടത്രേ. എന്നാൽ ഡേവിഡ് ടിയാട്ടോട് വളരെ സ്നേഹത്തിൽ തന്ന മാല എങ്ങനെ കൊടുക്ക? ഇതേ ഭാഗത്ത് തന്നെയായി നമ്മുടെ സൈമണും ടിയാട്ടോടും ഉണ്ട്. എന്നാൽ അവരിപ്പോൾ പരസ്പരം കണ്ടിട്ടില്ല. അവിടെ ബ്രിട്ടനി വീണ്ടും ആ വെള്ളത്തിൽ ഒന്ന് തൊട്ടപ്പോൾ ആ വെള്ളത്തിന് ഭയങ്കര ചൂടായിരുന്നു. അപ്പോഴാണ് ബ്രിട്ടനിക്കും ആൽവിനും ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ ദ്വീപിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്. അത് ഏതു നിമിഷത്ത് വേണമെങ്കിലും പൊട്ടാവുന്ന സാധ്യതയിൽ നിൽക്കുകയാണ്. അപ്പോൾ സോയി അവിടേക്ക് വന്നിട്ട് വായോ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആൽവിൻ ഇല്ലല്ല, ഈ ഐലൻഡിൽ എപ്പോ വേണമെങ്കിലും ആ അഗ്നിപർവ്വതം പൊട്ടാനുള്ള സാധ്യത ഉള്ളത് കാരണം നമുക്കിവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതിനായി നമ്മൾ ഒരു ബോട്ട് തയ്യാറാക്കണം എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഡേവിഡും ടിയാട്ടോടും പരസ്പരം കണ്ട് സന്തോഷിക്കുകയാണ്. ആൽവിൻ അവിടെ ബോട്ട് ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ചിപ്പൻസിന് പറഞ്ഞെടുക്കുമ്പോൾ അവിടേക്ക് ഡേവിഡ് വരുന്നു. ചിപ്പൻസിനെല്ലാം വളരെയധികം സന്തോഷമാകുന്നു. എന്നാൽ ആൽവിൻ ഡേവിഡ് തന്നുമായി പിണക്കത്തിലാകും എന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്നു. എന്നാൽ ഡേവിഡ് വളരെ നല്ല രീതിയിൽ തന്നെ ആൽവിനുമായി സംസാരിക്കുന്നു. എൻഡിയെ കണ്ട ചിപ്പൻസുകൾ നീ എന്തിനാ എവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഡേവിഡ് അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഞാൻ ഉറപ്പ് നൽകുന്നു, അതൊരു വലിയ കഥയാണ് എന്ന് പറയുന്നു. സോയെ കണ്ട ഡേവിഡ് ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആൽവിനും അതും ഒരു വലിയ കഥയാണ് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള ബോട്ട് തയ്യാറാക്കുകയാണ്. അഗ്നിപർവ്വതം അവിടെ ചൂടായി പൊട്ടാറായി നിൽക്കുകയാണ്. അങ്ങനെ ബോട്ട് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പോകാൻ നേരത്ത് രണ്ടുപേരെ കാണാനില്ല, നമ്മുടെ സൈമണെയും ജാനറ്റിനെയും. ഇപ്പോൾ അവരെ കാണിക്കുകയാണ്. അവർ കൊണ്ടുപോകാനുള്ള ഫ്രൂട്ടുമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ജോയി അവളുടെ ബോൾ വെച്ച് സൈമനെ അടിച്ച് ബോധം കെടുത്തുന്നു. വലിയ ബോൾ വെച്ച് ജാനറ്റിനെയും പിടികൂടുന്നു. സൈമനെയും ജാനറ്റിനെയും തിരഞ്ഞ് എല്ലാവരും കാട്ടിനുള്ളിലേക്ക് എത്തി. അങ്ങനെ അവർ സൈമനെ കണ്ടെത്തുന്നു. എല്ലാവരും സിമോൺ എന്ന് വിളിക്കുന്നത് കേട്ട് ബോധത്തിൽ നിന്ന് ഉണർന്ന സൈമൺ ഞാൻ സിമോൺ അല്ല സൈമണാണ് എന്ന് പറയുന്നു. അടി കിട്ടിയത് കൊണ്ട് നമ്മുടെ സൈമന്റെ ക്യാരക്ടർ തിരിച്ചു വന്നിരിക്കുകയാണ്. ബ്രിട്ടനി വലിയ ബാസ്കറ്റ് ബോൾ കണ്ടെത്തിയിട്ട് തീർച്ചയായും സൂയി ആയിരിക്കും ജാനറ്റിനെ കൊണ്ടുപോയതെന്ന് പറയുന്നു. സൈമൺ ജാനറ്റിന് കൊടുത്ത ആ കുഞ്ഞു കിരീടമുള്ള സ്ഥലത്തേക്കായിരിക്കും അവൾ ജാനറ്റിനെ കൊണ്ടുപോയിരിക്കുന്നതെന്നും കൃത്യമായി ബ്രിട്ടനി പറയുന്നു. അങ്ങനെ അവർ ആ മരപ്പാലത്തിന്റെ അടുത്തെത്തുന്നു. സൈമനോട് ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറയുമ്പോൾ സൈമൺ പേടിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ നീ ഈ പാലം കടന്നു പോയതല്ലേ എന്ന് പറയുമ്പോൾ അത് ഞാനല്ല സിമോണാണ് എന്ന് പറയുന്നു. അപ്പോൾ ബ്രിട്ടനി സൈമൺ നിന്റെ ഉള്ളിൽ തന്നെയാണ് സിമോണും ഉള്ളത് എന്ന് പറയുമെങ്കിലും സൈമൺ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഡേവിഡ് അപ്പോൾ എൻഡിയോട് ചിപ്പൻസുകളുമായി ബോട്ടിൽ തന്നെ ഇരിക്കണം, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ പാലം മുറിച്ചു കടക്കുന്നു. കൂടെ നമ്മുടെ ആൽവിനും ഉണ്ട്. ജോയി അവിടെ നമ്മുടെ ജാനറ്റിനെ ഒരു കയറിൽ കെട്ടി ആ ദൂരത്തിലൂടെ അപ്പുറത്തേക്ക് കടത്തി അവിടെയുള്ള സ്വർണങ്ങളെല്ലാം എടുത്തിട്ട് വരാൻ പറയുകയാണ്. ഇടിച്ച ജാനറ്റ് അവിടെയുള്ള സ്വർണങ്ങളെല്ലാം എടുക്കുകയാണ്. അവിടെ നമ്മുടെ ആൽവിനും ഡേവിഡും കൃത്യമായി ആ വെള്ളച്ചാട്ടം കണ്ടെത്തി അതിന്റെ അപ്പുറത്തേക്കും എത്തി. അപ്പോൾ അവർ കാണുന്നത് ജോയിയുടെ കയ്യിൽ കയറിലാൽ ബന്ധപ്പെട്ട നമ്മുടെ ജാനറ്റിനെയാണ്. ആൽവിൻ അപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജോയി ഞാൻ ഇവിടെ നശിച്ച ദ്വീപിൽ 10 വർഷം മുൻപ് വന്നതന്നെ ഈ നിധി കണ്ടെത്താനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമി കുലുങ്ങുകയും അവിടെ വീണ എല്ലാവരും രക്ഷപ്പെട്ടു ഓടുകയും ചെയ്യുന്നു. എന്നാൽ മരപ്പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ ജോയി ജാനറ്റിന്റെ കയർ പിടിച്ചു വലിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ സിമോൺ എത്തുന്നു. എന്നാൽ അത് സിമോൺ അല്ല, നമ്മുടെ സൈമൺ തന്നെയാണ്. അങ്ങനെ ഡേവിഡിന്റെ കത്തി ഉപയോഗിച്ച് ആൽവിൻ ആ കയർ മുറിച്ച് ആ മരപ്പാലം കടക്കുന്നു. എന്നാൽ നമ്മുടെ ഡേവിഡ് പാലത്തിൽ നിന്ന് തെന്നി താഴേക്ക് വീഴാൻ പോകുന്നു. അവിടേക്ക് സോയി വന്നിട്ട് നീയാണ് എന്റെ 10 വർഷത്തെ അധ്വാനം നശിപ്പിക്കാൻ നോക്കിയത്, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ചവിട്ടാൻ പോകുമ്പോൾ അവിടേക്ക് എൻഡി വന്നിട്ട് നീ ഇവനെ കൊല്ലണമെങ്കിൽ കൊന്നോ, എന്നാൽ ഞാൻ ചിക്മൺസുകളുമായി പോയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കും, നീയും അതിനായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ അറിഞ്ഞെടുത്തോളം പെണ്ണുങ്ങൾക്ക് ഇത്രയും ദേഷ്യം പാടില്ല എന്നൊക്കെ എൻഡി വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ആൽവിൻ വന്നിട്ട് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ അച്ഛനെ ദയവ് ചെയ്ത് രക്ഷിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അഗ്നിപർവ്വതം ചെറുതായി പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ആ കുഞ്ഞു ബോട്ടിൽ കയറി രക്ഷപ്പെടുന്നു. 10 വർഷം ഒരു ദ്വീപിൽ തനിച്ചിരുന്നത് കൊണ്ടാണ് തനിക്ക് ഇത്രയും ദേഷ്യത്തിൽ പെരുമാറേണ്ടി വന്നതെന്ന് പറഞ്ഞ് സോയി ജാനറ്റിനോട് സോറി പറയുന്നു.
പറയുന്നു. ജാനറ്റ് ആ കുഞ്ഞു കിരീടം സോയിക്ക് കൊടുക്കുന്നു. ആ കുഞ്ഞു കിരീടം കിട്ടിയതിൽ സോയും സന്തോഷിക്കുന്നു. ജാനറ്റ് സൈമനോട് എനിക്കത് തന്നത് സിമോണാണ് എന്ന് പറയുമ്പോൾ സൈമൺ എനിക്കൊരു സ്വർണത്തെക്കാളും വലുത് നീയാണ് എന്ന് പറയുന്നു. അവിടെ ആൽവിനും ഡേവിഡിനോട് സോറി പറയുന്നു. എലിനോറും ബ്രിട്ടണിയും നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിൽ കൂടി നമുക്ക് ഇനി ഇന്റർനാഷണൽ മ്യൂസിക് അവാർഡിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്റർനാഷണൽ മ്യൂസിക് അവാർഡിൽ വളരെയധികം എൻജോയ് ചെയ്ത് പാട്ട് പാടുന്ന നമ്മുടെ ചിക്മൻസിനെയാണ്. അങ്ങനെ അവരുടെ അടിപൊളി പാട്ടിനും ഡാൻസിനും ശേഷം കാണിക്കുന്നത് എല്ലാവരും പ്ലെയിനിൽ പോവുകയാണ്. എൻഡിങ് ഭാഗത്ത് നമ്മുടെ ആൽവിന്റെ കുസൃതി ഇല്ലാതെ എങ്ങനെ അവസാനിപ്പിക്കുക? അങ്ങനെ ആൽവിന്റെ ഒരു കുസൃതിയോടുക്കനെ കൂടി ഈ മൂവി വളരെ ഹാപ്പി എൻഡിങ് ആയി അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആൽവിൻ ആൻഡ് ദ ചിക്മൻസിന് 1 പാർട്ടും കൂടി ബാക്കിയുള്ളൂ. ആ വീഡിയോയുമായി ഉടനെ വരുന്നത് വരേക്കും ബൈ.